ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിശാല അക്ഷരയെ വീട്ടിലാക്കിയ ശേഷം നിരഞ്ജനുമായി സംസാരിക്കുകയാണ്. എന്നിട്ട് നിരഞ്ജനോട് പറയാണ്, അക്ഷരയെ ഇങ്ങനെ കരയിപ്പിക്കരുത്, അക്ഷര ഒരു പാവമാണ്, എന്തിനാണ് നിരഞ്ജൻ ഡോക്ടർ അക്ഷരയെ വെറുതെ വേദനിപ്പിക്കുന്നത്, അക്ഷരയോട് എന്തിനാണ് ഡോക്ടർ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. അപ്പോൾ നിരഞ്ജൻ പറയണ, ഞാനൊരു ഡോക്ടറാണ്, എനിക്ക് ചില കാര്യങ്ങൾ കൊണ്ടും പലരുമായിട്ട് ബന്ധപ്പെടേണ്ടി വരും, അതിനൊക്കെ ഇങ്ങനെ സംശയദൃഷ്ടിയോടെ നോക്കിയാൽ ഞാനെന്ത് ചെയ്യാനാണ്. അപ്പോൾ വിശാൽ പറയണ, അക്ഷരയുടെ വെറും സംശയമാണെന്നാണോ ഡോക്ടർ പറഞ്ഞു വരുന്നത്? എനിക്കങ്ങനെ തോന്നിയില്ല. ഡോക്ടറുടെ പെരുമാറ്റത്തിൽ എനിക്കും നല്ല സംശയവും മാറ്റവും തോന്നുന്നുണ്ട്. എനിക്ക് പോലും ഡോക്ടറെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. പിന്നെ എങ്ങനെയാണ് അക്ഷരയ്ക്ക് വിശ്വസിക്കാൻ കഴിയുക? അക്ഷര ഒരു ഭാര്യയാണെന്നുള്ളത് ഡോക്ടർ ഒന്ന് മനസ്സിലാക്കണം. അപ്പോൾ നിരഞ്ജൻ പറയണേ, ഞാനൊരു ഭർത്താവാണെന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കണം. എനിക്ക് പല ആവശ്യങ്ങളും പല ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾ കൂടി ഒന്ന് ചിന്തിക്കണം. സത്യത്തിൽ ഡോക്ടറുടെ പ്രശ്നം എന്താണ്? എന്ത് പ്രശ്നമാണെങ്കിലും നമുക്കത് പരിഹരിക്കാം, ഞാൻ പരിഹരിച്ചു തരാം. അപ്പോൾ നിരഞ്ജൻ പറയണേ, പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നമുണ്ടായാൽ എന്ത് ചെയ്യും വിശാൽ? അതുകൊണ്ട് വിശാൽ ആദ്യം എന്നെ ഒന്ന് മനസ്സിലാക്കി. എനിക്ക് അക്ഷരയെ ജീവനാണ്, മറ്റെന്തിനേക്കാളും എനിക്ക് അക്ഷരയാണ് ജീവൻ. നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ലോകത്ത് ഞാൻ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ അക്ഷരയാണെന്നുള്ളത് നിങ്ങളൊന്ന് ഓർക്കണം. വിശാൽ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഇനിയും ഞാനൊരു തെറ്റും ചെയ്യുകയുമില്ല, അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ വിശാൽ പറയണേ, ഡോക്ടർ ഇപ്പോൾ പറഞ്ഞത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ ഞാനത് വിശ്വസിക്കാം, പക്ഷേ ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു പരാതി എന്നെക്കൊണ്ട് കേൾപ്പിക്കരുത്. ഒരു ഉറപ്പ് ഡോക്ടർക്ക് തരാൻ കഴിയുമോ? അപ്പോൾ നിരഞ്ജൻ പറയണ, ആദ്യം എന്നെ ഒന്ന് വിശ്വസിക്കുക, അപ്പം തന്നെ നിങ്ങളുടെ സംശയത്തിനുള്ള ഉത്തരമെല്ലാം കിട്ടും. വിശാൽ പറയണ, ഡോക്ടർക്ക് ഇങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ, ഡോക്ടറുടെ ഭാഗത്തു നിന്നും ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല, പിന്നെ എന്ത് പറ്റിയതാണ്, എന്താണ് ഡോക്ടർ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളെല്ലാവരും ആദ്യം എന്നെ മനസ്സിലാക്കിയാൽ മതി, അല്ലാതെ എൻ്റെ ഭാഗത്തു നിന്നും ഒരു തെറ്റും ഉണ്ടായിട്ടില്ല. ഈ ലോകത്ത് ഞാൻ മറ്റെന്തിനേക്കാളും സ്നേഹിക്കുന്നത് അക്ഷരയാണ്, അതുമാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ വിശാൽ പറയണ, ഡോക്ടറോട് ഞാൻ ഇങ്ങനെയൊന്നും സംസാരിക്കേണ്ട ഒരാവശ്യവുമില്ല, കാരണം എന്നെക്കാളും കൂടുതൽ ലോകപരിചയവും എല്ലാം ഉള്ളത് നിരഞ്ജൻ ഡോക്ടർക്ക് തന്നെയാണ്. എന്നാൽ ശരി എന്ന് പറഞ്ഞിട്ടാണ് വിശാൽ പോകുന്നത്. പിന്നീട് ചന്ദ്ര കോടതിയിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ പ്രേമ അവിടേക്ക് വരികയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, അല്ല നീ എവിടേക്കാണ് പോകുന്നത്? ഓ തുടങ്ങി എന്ന് പെറുപിറുക്കുകയാണ് കേട്ടോ ചന്ദ്ര. നിന്നോടല്ലേ ചോദിച്ചത്, നീ എവിടെ പോകുന്നു? ഞാൻ കോടതിയിലേക്ക് പോവാണ്. കോടതിയിലേക്ക് നീ പോയാൽ പിന്നെ എന്നെ നോക്കാൻ ഇവിടെ ആരാണുള്ളത്? അതുകൊണ്ട് നീ കോടതിയിലേക്കൊന്നും പോവേണ്ട, അത് പറ്റില്ല, എനിക്ക് കുറച്ച് അത്യാവശ്യമുള്ളത് കൊണ്ടാണ്, ഞാൻ പോയിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു വരും. അപ്പോഴത്തേക്കും ദേവിക വരികയാണ്. അപ്പോൾ ദേവിക പറയുന്ന, കേസ് വാദിക്കുന്നത് സിദ്ധു അല്ലേ, പിന്നെ നീ എന്തിനാണ് പോകുന്നത്? എൻ്റെ കാര്യം നീ നോക്കണ്ട, എനിക്കറിയാം എൻ്റെ കാര്യം നോക്കാൻ. അപ്പോൾ പ്രേമ പറയണേ, ദേവികയല്ലല്ലോ നിന്നോട് ചോദിച്ചത്, ഞാനല്ലേ ചോദിച്ചത്, അതുകൊണ്ട് ഒച്ചയെടുക്കണ്ട, ഒച്ചയെടുത്താലേ നിൻ്റെ കുരവള്ളി എടുത്ത് പുറത്തിടും, മര്യാദയ്ക്ക് കയറിപ്പോടി ഉള്ളിലേക്ക്. കോടതിയിലേക്ക് പോവാൻ ഒരുങ്ങുന്നു, നീ എങ്ങാനും എൻ്റെ വാക്ക് ധിക്കരിച്ച് കോടതിയിലേക്ക് പോയാലേ വരുമ്പോൾ നിൻ്റെ അന്ത്യമായിരിക്കും എന്ന് പറഞ്ഞ് പ്രേമ പോവാൻ കേട്ടോ. അതോടുകൂടി ചന്ദ്രയ്ക്ക് സങ്കടവും ദേഷ്യമൊക്കെ കൂടി വരികയാണ്. ദേവിക പറയണേ, പ്രേമേച്ച് പറഞ്ഞതുപോലെ ചെയ്യുന്ന ആളാണ്, അതുകൊണ്ട് പോവാതിരിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. അപ്പോൾ ചന്ദ്ര പറയണേ, നിനക്കെന്തായാലും സന്തോഷമായില്ലേടി? എനിക്കെന്തിനാണ് ചന്ദ്ര സന്തോഷമാകുന്നത്? എല്ലാം നിന്റെ കയ്യിലിരിപ്പ് കൊണ്ടുവരുന്നതല്ലേ. പിന്നെ ഒരു കാര്യമുണ്ട് ചന്ദ്ര, വിഷ്ണുവിന് അഥവാ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയാലും അവനുമായിട്ട് ഒരു കൂട്ടുകെട്ട് വേണ്ടാട്ടോ. അവനെ കണ്ടാൽ തന്നെ അറിയാം അവനൊരു കള്ള ലക്ഷണമുണ്ട്, അവൻ നിന്നെ ചതിക്കും. ഇല്ല, വിഷ്ണു അങ്ങനെയൊന്നുമുള്ള ആളല്ല, വിഷ്ണു അങ്ങനെ ചതിക്കില്ല. ആര് പറഞ്ഞു? നിനക്ക് എങ്ങനെ അറിയാം? അവൻ തനി ഫ്രോഡാണ്, അവൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിഞ്ഞൂടെ? അവൻ്റെ ഭാര്യ ആരാണാവോ, അവനെ എങ്ങനെയാണാവോ സഹിക്കുന്നത്? നിവർത്തികേടുകൊണ്ട് സഹിക്കുന്നതായിരിക്കും. കേട്ടപ്പോൾ ചന്ദ്രയ്ക്ക് അങ്ങ് ദേഷ്യം പിടിക്കാണ്ട്, മതി കുറ്റം പറഞ്ഞത്, വിഷ്ണുവിനെ കുറിച്ച് നിനക്ക് എന്തറിയാം? എന്തറിയാനാ അവനെക്കുറിച്ച്? അവനിപ്പോൾ ഉള്ളത് എവിടെയാണ്? ജയിലിലല്ലേ, ഇതിൽ കൂടുതൽ എന്താണ് അവനെക്കുറിച്ച് അറിയേണ്ടത്? എന്തായാലും അവൻ്റെ ഭാര്യയുടെ കാര്യം കഷ്ടം തന്നെയാണ്. ഇനിയിപ്പോൾ ഭാര്യ ഉണ്ടോണാവോ, ഉണ്ടോ ഇല്ലയോ എന്ന് അറിയില്ലല്ലോ. അപ്പോഴത്തേക്കും ചന്ദ്രയ്ക്ക് ദേഷ്യം പിടിക്കാണ്ടോ, മതി വിഷ്ണുവിനെ കുറിച്ച് പറഞ്ഞത്, നീ നിന്റെ കാര്യം ആദ്യം നോക്ക്, എന്നിട്ട് മതി മറ്റുള്ളവരുടെ കാര്യത്തിലൊക്കെ ഇടപെടുന്നത്. എന്നിട്ട് ദേവിക പറയണ, എങ്കിൽ നീ പോയി വിഷ്ണുവിൻ്റെ വലയിൽ ചാടാതിരുന്നാൽ മതി എന്നും പറഞ്ഞ് ദേവിക അങ്ങ് പോവാണ്. എന്നിട്ട് ദേവിക മാറി നിന്ന് ചന്ദ്രയെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ചന്ദ്രയ്ക്കാണെങ്കിലും ദേവിക പറഞ്ഞതൊന്നും ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നീട് സ്വാമി ജയശങ്കറിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഇപ്പോൾ അക്ഷര മേഡത്തിൻ്റെ ജീവിതം തകർക്കാൻ വേണ്ടി ഒരു കൊട്ടേഷൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്, അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അക്ഷര മേഡത്തിൻ്റെ ജീവിതം തകർക്കാൻ ഒരുങ്ങുന്നത് ആരാണെന്നുള്ളത് മനസ്സിലായും. അപ്പോൾ ജയശങ്കർ ചോദിക്കും, അതെന്താ അറിയാനിരിക്കുന്നത്? മാലിനി തന്നെ. ആ മാലിനി തന്നെയാണ് ഞാനും ഉദ്ദേശിച്ചത്. മാലിനിക്ക് ഒരു കൊട്ടേഷൻ കൊടുത്തിരിക്കുകയാണ്. ആര്? സീതാലക്ഷ്മി തങ്കച്ചിയാണ്. തങ്കച്ചിയൊന്നുമല്ല, ആരാണെന്നുള്ളത് സാറ് എറിഞ്ഞാൽ സാറ് തന്നെ ഇങ്ങ് ഞെട്ടിപ്പോവും. അവരുടെ ഉദ്ദേശം മറ്റൊന്നുമല്ല, അവർക്ക് അക്ഷര മേഡത്തിൻ്റെ ജീവിതം തകർക്കണം, എന്നിട്ട് അതുവഴി ഈ കുടുംബം ഇല്ലാതാക്കണം, അതാണ് അവരുടെ ഉദ്ദേശം. അവരിപ്പോൾ പക തീർക്കുകയാണ്. നീ ആരെയാണ് സ്വാമി ഉദ്ദേശിക്കുന്നത്? മറ്റാരെയുമല്ല, ഇതിൻ്റെയൊക്കെ പിറകിൽ ആരാണെന്നോ? ദേവികയാണ് ജയശങ്കർ സാർ. അത് കേട്ടപ്പോൾ ജയശങ്കർ, എന്ത് ദേവികയോ? അതെ, മാലിനി
മാലിനി ആരാണെന്ന് അറിയുമോ? ആ ദേവികയുടെ ബന്ധുവാണ്, ദേവികയുടെ ചേച്ചിയാണ് മാലിനി. മാലിനിയെ കൊണ്ട് ദേവിക ചെയ്യിപ്പിക്കുന്നത് എന്തുകൊണ്ടാണെന്നോ? പക തീർക്കുകയാണ്. ദേവികയുടെ ഭർത്താവിനെ കൊന്നത് ഇപ്പോഴും നിരഞ്ജൻ ഡോക്ടറും അക്ഷര മേഡവുമാണെന്നുള്ളതാണ് അവർ വിശ്വസിച്ചിട്ടുള്ളത്. ദേവിക ഇപ്പോൾ പ്രതികാരം ചെയ്യുകയാണ്. അവളുടെ ലക്ഷ്യം നിരഞ്ജൻ ഡോക്ടറും അക്ഷര മേഡവും രണ്ടും രണ്ട് വഴിക്കാണ്. അത് തന്നെയാണ് അവളുടെ ലക്ഷ്യം. അതിനാണ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ജയശങ്കർ പറയാം, അങ്ങനെയാണെങ്കിൽ ഇത് വെറുതെ വിടാൻ പറ്റില്ലല്ലോ, നമുക്ക് എത്രയും പെട്ടെന്ന് ദേവികയുടെ വീട്ടിലേക്കൊന്ന് പോകണം. ഇതിൻ്റെ സത്യാവസ്ഥ ഒന്നുകൂടി സ്വാമി മനസ്സിലാക്കണം. എന്നിട്ട് ദേവികയെ എനിക്കൊന്ന് കാണണം, അവരുടെ വീട്ടിലേക്ക് നമുക്ക് പോകണം. എങ്കിൽ ഞാൻ എത്രയും പെട്ടെന്ന് എല്ലാ കാര്യവും അന്വേഷിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് സ്വാമി പോവാട്ടോ. അപ്പോൾ സ്വാമി പറയുന്ന എല്ലാ കാര്യങ്ങളും ജയശങ്കർ വിശ്വസിക്കുകയാണ്. ഇത് ദേവികയും സിദ്ധുവും കൂടി സംസാരിക്കുകയാണ്. എന്നിട്ട് ദേവിക സിദ്ധുവിനോട് ചോദിക്കുകയാണ്, അല്ല എന്താണ് ഇനിയുള്ള പ്ലാന്? പ്രേമേച്ചിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൻ്റെ പിന്നിൽ എന്താണ് ഉണ്ടായത് എന്നുള്ളത് അന്വേഷിക്കേണ്ടത്. അപ്പോൾ സിദ്ധു പറയണം, അതെ, അന്വേഷിച്ച് കണ്ടുപിടിക്കണം. പിന്നെ ചന്ദ്രയുമായിട്ടുള്ള ഡിവോഴ്സിൻ്റെ പെറ്റീഷൻ കൊടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ 6 മാസത്തിൻ്റെ ഉള്ളിൽ ഡിവോഴ്സ് ലഭിക്കും. അല്ല അതിൻ്റെ മുന്നേ എനിക്ക് ദേവികയോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. എന്താണ് സിദ്ധു? അല്ല ദേവികയ്ക്ക് എന്നിൽ നിന്നും എന്തെങ്കിലും മറച്ചു വെച്ചിട്ടുണ്ടോ? എന്തെങ്കിലും രഹസ്യം ദേവികയ്ക്ക് അറിയുമോ? അത് കേട്ടപ്പോൾ പെട്ടെന്ന് ദേവിക ഒന്ന് പതറുകയാണ് കേട്ടോ. എന്നിട്ട് പറയണം, അതെ സിദ്ധു, എൻ്റെ മനസ്സിൽ പല രഹസ്യങ്ങളുമുണ്ട്. പക്ഷേ അതെല്ലാം എൻ്റെ വെറും ഊഹങ്ങളും തോന്നലുകളും മാത്രമാണ്. പ്രേമേച്ചിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരാൻ കാരണം അത് ചന്ദ്ര തന്നെയാണ്. പ്രേമേച്ചിയുടെ സ്വർണങ്ങളെല്ലാം എടുത്തിട്ടുള്ളതും ചന്ദ്ര തന്നെയാണ്. അതെല്ലാം എൻ്റെ വെറും തോന്നലുകളാണ്. പക്ഷേ എൻ്റെ തോന്നലുകളൊന്നും ഇതുവരെയും പിഴച്ചിട്ടില്ല. സിദ്ധു പറയണം, അതെങ്ങനെ? എത്ര ആലോചിച്ചിട്ടും എനിക്ക് അതാണ് മനസ്സിലാവാത്തത്. അപ്പോൾ ദേവിക പറയണേ, ഒന്ന് ചിന്തിച്ചു നോക്കൂ സിദ്ധു, പ്രേമേച്ചിക്ക് എന്തുകൊണ്ടായിരിക്കും ചന്ദ്രയോട് ഇത്രയ്ക്കധികം ദേഷ്യം? അപ്പോൾ പ്രേമേച്ചിയുടെ ഉപബോധ മനസ്സിൽ ചന്ദ്രയോടുള്ള പക തന്നെ ആയിരിക്കില്ലേ? പ്രേമേച്ചിക്ക് ഇപ്പോൾ ഒന്നും ഓർമ്മയില്ല, പക്ഷേ പ്രേമേച്ചിയുടെ ഉപബോധ മനസ്സിൽ ചന്ദ്ര എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് എന്നുള്ള ചിന്തയുണ്ട്. അതുകൊണ്ടാണ് ചന്ദ്രയോട് ഇത്രയധികം പക തോന്നുന്നത്. അതുകൊണ്ടാണ് ചന്ദ്രയോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതും. അതുകൊണ്ടാണ് സിദ്ധു ഞാൻ പറഞ്ഞത്, ഡിവോഴ്സ് കിട്ടി ചന്ദ്ര എന്തായാലും അവിടെ നിന്നും പോവും. അവളങ്ങനെ പോവാൻ അനുവദിക്കരുത്, അവളങ്ങനെ രക്ഷപ്പെട്ടു പോവരുത്, ഇതിന് സിദ്ധു അനുവദിക്കരുത്. പിന്നെ വിഷ്ണുവിൻ്റെ കാര്യം, ചന്ദ്രയും വിഷ്ണുവും തമ്മിൽ എന്തോ അടുപ്പമുണ്ട് എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട്. അതൊരു പക്ഷേ അവർ കാമുകന്മാരായിരിക്കാം, അല്ല എന്നുണ്ടെങ്കിൽ ഭാര്യയും ഭർത്താവുമായിരിക്കും. അപ്പോൾ സിദ്ധു പറഞ്ഞു, ഏയ് ഭർത്താവൊന്നും ആയിരിക്കില്ല ചന്ദ്രയുടെ. കാരണം ചന്ദ്ര ഒരിക്കലും എന്നെ വിവാഹം കഴിക്കില്ലല്ലോ, വിഷ്ണു ഒരിക്കലും അതിന് സമ്മതിക്കില്ലല്ലോ. ഇതിപ്പോൾ അവർ രണ്ടുപേരും തമ്മിൽ കാമുകന്മാരാണോ എന്നുള്ള സംശയം എനിക്കുണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ ദേവിക അങ്ങ് പൊട്ടിച്ചിരിക്കാണ്ടോ. സിദ്ധുവിന് ഇപ്പോഴും ആളുകളെ മനസ്സിലാക്കുന്നില്ല. സിദ്ധു എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കുകയാണ്. അവിടെയാണ് സിദ്ധുവിന് തെറ്റിയത്. അതുകൊണ്ട് ആരെയും കണ്ണടച്ച് വിശ്വസിക്കേണ്ട സിദ്ധു. എൻ്റെ ഇങ്ങനെയുള്ള തോന്നലുകളൊന്നും ഇതുവരെയും തെറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ സിദ്ധുവിനോട് ഇങ്ങനെയൊക്കെ പറയുന്നത്. അത് കേട്ടപ്പോൾ സിദ്ധുവിന് പിന്നെ കൂടുതൽ സംശയമാവാൻ കേട്ടോ. വിഷ്ണുവും ചന്ദ്രയും ഭാര്യയും ഭർത്താവും തന്നെയാണ്, അവർക്ക് എന്തോ ഒരു ലക്ഷ്യമുണ്ട്. അതുകൊണ്ടാണ് ചന്ദ്ര എന്നെ വിവാഹം കഴിച്ചത് എന്നുള്ള ആ ഒരു ചിന്ത സിദ്ധുവിൻ്റെ മനസ്സിൽ വരികയാണ് കേട്ടോ. പിന്നീട് ശരത്ത് ഒരു പണിക്കരെയും കൂട്ടി വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ ശരത്ത് ആളില്ലാത്ത സമയം നോക്കിയിട്ടാണ് പണിക്കരെയും കൂട്ടി വരുന്നത്. ഇവിടെയുള്ളവർക്കൊന്നും ഇതിലൊന്നും വിശ്വാസമില്ല. അതുകൊണ്ടാണ് പണിക്കരെ ഞാൻ കൊണ്ടുവന്നത്. മുത്തശ്ശിയുടെ അടുത്തേക്ക് കൊണ്ടുപോകാൻ കേട്ടോ. എന്നിട്ട് പണിക്കര് പ്രശ്നം വെച്ച ശേഷം പറയണേ, ഈ വീട്ടിൽ വലിയ പ്രശ്നം തന്നെയാണ് ഉണ്ടാവാൻ പോകുന്നത്. ഇവിടെ ഒരു ആത്മാവ് മോക്ഷം കിട്ടാതെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നുണ്ട്. അത് ലക്ഷ്യമിട്ടിരിക്കുന്നത് ആദ്യം മുത്തശ്ശിയാണ് എന്ന് പറഞ്ഞ ഉടനെ മുത്തശ്ശി അങ്ങ് പേടിച്ചു പോവാട്ടോ. പണിക്കര് ഇതെല്ലാം അഭിനയിക്കുകയാണ്. ശരത്ത് പറഞ്ഞ പ്രകാരം തന്നെയാണ് മുത്തശ്ശിക്ക് മുന്നിൽ പണിക്കര് ഇതൊക്കെ വന്ന് പറയുന്നതും മുത്തശ്ശിയെ കൊണ്ട് വിശ്വസിപ്പിക്കുന്നതും. അത് കേട്ടപ്പോൾ മുത്തശ്ശി അങ്ങ് ഞെട്ടിപ്പോവാണ്. അപ്പോൾ മുത്തശ്ശി പറയണം, അയ്യോ പണിക്കരെ, അപ്പോൾ ഇനി എന്ത് ചെയ്യും? എന്താണ് ഇതിനൊരു പരിഹാരം? പരിഹാര കർമ്മങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഇവിടെ നിന്ന് തന്നെ ചെയ്യേണ്ടേ? ഇതിന് മനോഹരം സമ്മതിക്കില്ലല്ലോ. അത് കുഴപ്പമില്ല, ഞാൻ പുറത്തു പോയി ചെയ്തോളാം. അതിന് ഈ വീട്ടിലുള്ള ആരെങ്കിലും തന്നെ വേണ്ടേ? അത് കുഴപ്പമില്ലല്ലോ, ശരത്തുണ്ടല്ലോ, ശരത്ത് വന്നാൽ മതി എന്ന് പറയട്ടോ. എങ്കിൽ പിന്നെ അങ്ങനെയുള്ള കർമ്മങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹാര കർമ്മങ്ങൾ ചെയ്യണം പണിക്കരെ എന്ന് പറയുമ്പോൾ അതൊക്കെ ഞാൻ ചെയ്തോളാം. എന്തായാലും ഒരുപാട് കാശിന് ചിലവുണ്ടാവും എന്ന് പറയട്ടോ. അയ്യോ എൻ്റെ കയ്യിൽ കാശൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ശരത്ത് മുത്തശ്ശിയെ മാറ്റി നിർത്തി സംസാരിക്കുകയാണ്. എൻ്റെ കയ്യിൽ ഒന്നുമില്ല മുത്തശ്ശി, അല്ലെങ്കിൽ ഞാൻ തന്നെ എടുത്തേനെ. ഇതിപ്പോൾ അമ്മയുടെ ആവശ്യത്തിന് വേണ്ടി എനിക്ക് തന്നെ ഇപ്പോൾ കാശൊന്നും തികയുന്നില്ല. പിന്നെ അമ്മയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും കാശ് എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ്. അതെല്ലാം മുത്തശ്ശിക്ക് അറിയാലോ. അതുകൊണ്ട് എന്തെങ്കിലും ചെയ്തിട്ടാണെങ്കിലും ഈ ഒരു ആത്മാവിന് മോക്ഷം കൊടുക്കേണ്ടേ? നമ്മുടെ നിത്യമോളുടെ ആത്മാവിന് മോക്ഷം കിട്ടി ശാന്തി കിട്ടണ്ടേ? അല്ലെങ്കിൽ മുത്തശ്ശിക്ക് തന്നെയല്ലേ അതൊക്കെ ദോഷം വരിക? അതിന് ശരത്ത് മോനെ എൻ്റെ കയ്യിൽ 1 രൂപ പോലും ഇല്ല, പിന്നെ ഞാൻ എന്ത് ചെയ്യും? അതൊക്കെ ശരി, പക്ഷേ മുത്തശ്ശിക്ക് ഒരു കാര്യം ചെയ്യാലോ, മുത്തശ്ശിയുടെ കയ്യിലുള്ള വള ഊരി തന്നാൽ മതി, എന്നിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാലോ. അയ്യോ അത് മനോഹരനോട് ചോദിക്കാതെ ഞാൻ എങ്ങനെ തരും? അതൊന്നും കുഴപ്പമില്ല, മുത്തശ്ശി എന്തെങ്കിലും പറഞ്ഞാൽ മതി. ആദ്യം നമുക്ക് കാര്യം നടത്താം, എന്നിട്ട് ഈ വീടിന് മനസമാധാനം വേണ്ടേ? അതല്ലേ നമുക്ക്
നമുക്ക് ആദ്യം വേണ്ടത്. അങ്ങനെ മുത്തശ്ശിയെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയാണ്. എന്നിട്ട് ശരത്ത് മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് ആ വള വാങ്ങിയിട്ട് പോവാൻ കേട്ടോ. എന്നിട്ട് പണിക്കരോട് കാര്യങ്ങളൊക്കെ പറയണം. അങ്ങനെ പണിക്കരും ശരത്തും കൂടി ആ വീട്ടിൽ നിന്നും പോവാണ്. എന്നിട്ട് മുത്തശ്ശിയെ വിശ്വസിപ്പിക്കുകയാണ് പണിക്കർ. എല്ലാ കാര്യങ്ങളും ചെയ്തോളാം, ഈ വീട്ടിലെ ദോഷങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് മാറും, അതോടുകൂടി പിന്നെ മുത്തശ്ശിക്ക് ഒരു ദോഷവും വരില്ല. ഞാനെന്തായാലും ഈ സ്വർണം കൊണ്ടുപോയി ഒരു ആൾ രൂപം ഉണ്ടാക്കിയ ശേഷം ഞാൻ ഗണിസംഗമത്തിൽ കൊണ്ടുപോയി ഒഴിക്കാം, അതാണ് നല്ലത്. അല്ല എന്നുണ്ടെങ്കിൽ ഈ വീടിന് തന്നെയാണ് ദോഷം വരുന്നതും മുത്തശ്ശിയാണ് ആദ്യം നോട്ടമിട്ടിട്ടുള്ളതും. അതുകൊണ്ട് മുത്തശ്ശി ഒന്നുകൊണ്ടും പേടിക്കേണ്ട. 3 ദിവസത്തിൻ്റെ മുന്നേ തന്നെ ഞാൻ എല്ലാ പൂജകളും ചെയ്തോളാം. എന്നിട്ട് ഈ വീട്ടിലുള്ള പ്രേതത്തെ എൻ്റെ പൂജാസിദ്ധി കൊണ്ട് അവിടെ വരുത്തിച്ചോളാം. അപ്പോൾ ഈ വീട്ടിൽ നിന്നുള്ള ഒരാൾ എന്ന് പറയാൻ ശരത്തുണ്ടായാലും കുഴപ്പമില്ല, ഞാൻ എല്ലാം ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ച ശേഷമാണ് പണിക്കരും ശരത്തും അവിടെ നിന്ന് പോകുന്നത് കേട്ടോ. അങ്ങനെ മുത്തശ്ശി സ്വർണ്ണമൊക്കെ ഊരിക്കൊടുത്ത് ഇനിയിപ്പം മനോഹരനോട് എന്തു പറയും എന്നുള്ള ഭാവത്തിലാണ് ഇരിക്കുന്നത്. അങ്ങനെ മനോഹരൻ വരികയാണ് കേട്ടോ. എന്നിട്ട് മനോഹരൻ പറയാണ്, അമ്മ എനിക്കൊരു കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ട് വാ, എനിക്കൊന്നും വയ്യ, നീ തന്നെ പോയി എടുത്തോ. അതെന്താ അമ്മ അങ്ങനെ പറയുന്നത്? എന്താ അമ്മ കൈയൊക്കെ മൂടി പുതച്ച് വെച്ചിരിക്കുന്നത്? ഇതെന്ത് പറ്റി അമ്മയ്ക്ക്? ഒന്നുമില്ല. അങ്ങനെയല്ലല്ലോ, അമ്മയുടെ കൈ ഒന്ന് കാണിച്ചേ. ഇല്ല, എൻ്റെ കൈക്ക് ഒരു കുഴപ്പമില്ല. അല്ല, അമ്മയുടെ കയ്യിലുള്ള ആഭരണം എവിടെ വള എവിടെ പോയി? അതെനിക്ക് വല്ലാത്തൊരു ചൊറിച്ചിൽ വന്നു, അതുകൊണ്ട് ഞാൻ അലമാറയിൽ ഊരി വെച്ചിരിക്കുകയാണ്. അത് കേട്ടപ്പോൾ മനോഹരനൊരു സംശയം വരിക കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അമ്മ അത് എടുത്തുകൊണ്ട് വന്നേ, ഞാനൊന്ന് നോക്കട്ടെ. നീ ഇപ്പോൾ എന്തിനാണ് അത് കാണുന്നത്? അല്ല അമ്മ അത് എടുത്തുകൊണ്ട് വാ, കാരണം ഞാൻ അമ്മയ്ക്ക് ഉണ്ടാക്കി തന്ന വളയല്ലേ, അപ്പോൾ എനിക്കതൊന്ന് കാണാനാണ്, എടുത്തുകൊണ്ട് വാ. അത് പിന്നെ മനോഹര, അത് പിന്നെ ഞാൻ ശരത്തിന് കൊടുത്തു എന്നോ? അതെ, ഇവിടെ ഒരു പണിക്കർ വന്നിരുന്നു. ഇവിടെ നിത്യമോളുടെ ആത്മാവ് അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയല്ലേ, അപ്പോൾ മോക്ഷം കിട്ടാൻ വേണ്ടിയാണ്. നീ ആണെങ്കിൽ ഒന്നിനും സമ്മതിക്കുന്നുമില്ലല്ലോ. അപ്പോൾ പിന്നെ ഇങ്ങനെ ഒരു പണിക്കരെ ശരത്ത് കൊണ്ടുവന്നു. അപ്പോൾ ആ പണിക്കർ എല്ലാം ചെയ്തോളാം എന്ന് പറഞ്ഞ് അതിന് കുറച്ച് അധികം കാശിൻ്റെ ചിലവുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ കാശൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള 2 വള ഊരി കൊടുത്തതാണ്. അത് പിന്നെ ശരത്തിന് ഞാൻ ഏൽപ്പിച്ചു. അതുകൊണ്ട് നീ വെറുതെ ഇനി പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട, നീ പറഞ്ഞാൽ കേൾക്കാഞ്ഞിട്ടല്ലേ. അത് കേട്ടപ്പോൾ മനോഹരൻ അങ്ങ് ദേഷ്യം പിടിക്കണം. അമ്മ എന്ത് പണിയാണ് ഈ കാണിച്ചത്? ശരത്ത് അമ്മയെ ചതിച്ചതാണ്, അവൻ പറ്റിച്ചതാണ്. അല്ല മനോഹര, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ഇവിടെ 3 ദിവസത്തിനുള്ളിൽ ആവാഹനം നടക്കണമെന്നാണ് പറഞ്ഞത്. അല്ല എന്നുണ്ടെങ്കിൽ ഈ വീടിൻ്റെ ദോഷമാണത്രേ. ഈ വീടിൻ്റെ ദോഷം ഇന്ന് തന്നെ മാറും. ഇതിപ്പോൾ അമ്മയ്ക്ക് ഞാൻ വാങ്ങിച്ചു തന്ന വളയല്ലേ, ആ വള മര്യാദക്ക് ശരത്തിനോട് തിരിച്ചു കൊണ്ടുവരാൻ പറയണം. അല്ല എന്നുണ്ടെങ്കിൽ ഈ വീട്ടിലെ ദോഷം ഇന്ന് തന്നെ മാറും. അമ്മയെയും ശരത്തിനെയും ഈ വീട്ടിൽ നിന്നും ഞാൻ പുറത്താക്കും. ആ വള തിരിച്ചു കൊണ്ടുവരാതെ അവനെയും അമ്മയെയും ഈ വീട്ടിൽ ഞാൻ താമസിപ്പിക്കില്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് അവനോട് ആ വള തിരിച്ചു കൊണ്ടുവരാൻ പറ. അത് പിന്നെ മനോഹര, അത് കൊടുത്തില്ലേ, അതിപ്പോൾ ആൾ രൂപം ഉണ്ടാക്കി ത്രിവേണി സംഗമത്തിൽ കൊണ്ടുപോയി ഒഴുക്കാനാണ് പണിക്കർ ചെയ്തിട്ടുള്ളത്. അമ്മ എന്നെക്കൊണ്ട് കൂടുതൽ പറയിപ്പിക്കാതെ ഞാൻ പറയുന്നത് അമ്മ കേട്ടോളണം. എന്നിട്ട് അവനോട് ആ വള തിരിച്ചു കൊണ്ടുവരാൻ പറയണം. അല്ല എന്നുണ്ടെങ്കിൽ 2 പേരും ഇന്ന് ഈ വീട്ടിൽ പിന്നെ ഉണ്ടാവില്ല. നിങ്ങൾ 2 പേരെയും ഞാൻ ഇറക്കി വിടും. ഏതാ വേണ്ടത് എന്ന് അമ്മ തന്നെ ആലോചിച്ചോ എന്ന് പറഞ്ഞ് മനോഹരൻ പോവാട്ടോ. അതോടുകൂടി മുത്തശ്ശി ഇനിയിപ്പോൾ എന്ത് ചെയ്യും? മനോഹരൻ പറഞ്ഞതുപോലെ ചെയ്യുമല്ലോ എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ ഇരിക്കുന്നത്. ഈ സമയം പണിക്കരും ശരത്തും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ വളയുടെ കാര്യത്തിൽ ശരത്ത് തീരുമാനമെടുക്കുകയാണ്. ഇതിൻ്റെ പകുതി എനിക്ക് വേണമെന്ന് പറയുമ്പോൾ പണി പറയണേ, ഇല്ല ശരത്തെ, ഞാനിതൊന്നും നിനക്ക് തരാൻ പോകുന്നത്, ഇതിൽ നിന്നും ഒരു തുണ്ട് പോലും നിനക്ക് കിട്ടില്ല. ഇത് ഞാൻ തന്നെ സ്വന്തമാക്കും. അതെങ്ങനെ? ഞാൻ പറഞ്ഞതുപോലെയല്ലേ പണിക്കർ അവിടെ പോയി പറഞ്ഞത്, അതുകൊണ്ടല്ലേ. അതിന് നീ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതല്ലേ. ഞാൻ ഇതിൽ നിന്നും പകുതിയൊന്നും നിനക്ക് തരാൻ പോകുന്നില്ല. ഇനിയിപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് നീ ബലം പ്രയോഗിച്ച് ഇത് വാങ്ങാനാണ് ശ്രമിച്ചതെങ്കിൽ ഞാൻ ഇതെല്ലാം പോയി ആ മുത്തശ്ശിയോട് പോയി പറയാം. അതിന് മുത്തശ്ശി നിങ്ങൾ പറയുന്നതൊന്നും വിശ്വസിക്കില്ലല്ലോ. വിശ്വസിക്കാനേ നീ എന്നോട് സംസാരിച്ചതും നീ പറഞ്ഞതെല്ലാം എൻ്റെ ഫോണിൽ റെക്കോർഡായി കിടക്കുന്നുണ്ട്. അതുകൂടി ഞാൻ കേൾപ്പിക്കും. അതോടുകൂടി നിനക്കും ആ വീട്ടിൽ നിന്നും ഇറങ്ങേണ്ടി വരും. എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കരുത് ശരത്തെ, കാരണം കുറേ ആയി എനിക്ക് ഇത്രയും വില പിടിപ്പുള്ള സാധനങ്ങളൊക്കെ കിട്ടിയിട്ട്. അതുകൊണ്ട് പൂജ ചെയ്യണമെന്നുണ്ടെങ്കിൽ പൂജാ സാധനങ്ങളുടെ ലിസ്റ്റൊക്കെ ഞാൻ നിനക്ക് ഇട്ടുതരാം. അത് നീ വാങ്ങിച്ചു കൊണ്ടുവന്നാൽ ഞാൻ നിനക്ക് പൂജ ചെയ്തു തരാം. അല്ലാതെ ഈ സ്വർണ്ണത്തിൽ നിന്ന് പകുതിയൊന്നും നിനക്ക് തരാൻ വേണ്ടി പോകുന്നില്ല. അപ്പോൾ ശരത്ത് പറയുന്ന ഒരു പാവം പിടിച്ച മുത്തശ്ശിയാണ്, അതിൻ്റെ ആകെയുള്ള ഒരു സമ്പാദ്യമാണ്, ഇത് നിനക്ക് ഉപകരിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ പണിക്കര് പറയണേ, അത് നിനക്ക് പകുതി തന്നാൽ ഇതെന്താ എനിക്ക് ഉപയോഗപ്പെടുമോ? ശരത്തെ, നിന്റെ വേലയൊന്നും എൻ്റെ കയ്യിൽ ചിലവാവില്ല. അതുകൊണ്ട് നീ നിന്റെ പണി നോക്ക് എന്ന് പറഞ്ഞ് ആ സ്വർണവുമായിട്ട് പണിക്കര് പോവാട്ടോ. അതോടുകൂടി ശരത്ത് ഈ പണിയും പാളിയല്ലോ എന്നുള്ള ഭാവത്തിലാണ് നിൽക്കുന്നത്. എന്നിട്ട് മനോഹരൻ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലണേ, എന്തായി അമ്മ ശരത്തിനെ വിളിച്ചോ? ഇല്ല, ഞാനൊന്നും വിളിച്ചില്ല. എന്നാ അമ്മ ഇപ്പം തന്നെ അവന് വിളിക്കും. അങ്ങനെ മുത്തശ്ശിയെ കൊണ്ട് നിർബന്ധിച്ച് മനോഹരനെ വിളിപ്പിക്കാൻ കേട്ടോ. എന്നിട്ട് അല്ല മോനെ ശരത്തെ, എന്തായി? ആ സ്വർണം എവിടെ? അത് പണിക്കര് കൊണ്ടുപോയി. അയ്യോ മനോഹരൻ ഇവിടെ പ്രശ്നമാക്കുകയാണ്, സ്വർണവുമായിട്ട് തിരിച്ച് ഇവിടേക്ക് വരണം. അയ്യോ മുത്തശ്ശി, പണിക്കർ അത് കൊണ്ടുപോയി, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ്? അപ്പോഴത്തേക്കും മനോഹരൻ
ഫോൺ വാങ്ങുകയാണ്. എന്നിട്ട് പറയണേ, നീ മര്യാദയ്ക്ക് ആ സ്വർണവുമായിട്ട് ഇവിടേക്ക് വന്നിരിക്കണം, അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കും, എന്നിട്ട് പണിക്കരും നീയും സ്വർണ്ണവും ഒക്കെ അവിടെ എത്തിക്കും, അതെന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ നിൽക്കണ്ട. അത് പിന്നെ ഞാൻ നിത്യമ്മോളുടെ ആത്മാവിന് ശാന്തി കിട്ടാൻ വേണ്ടിയിട്ടല്ലേ പണിക്കരെ കൊണ്ടുപോകുന്നത്. ആരുമില്ലാത്ത സമയത്ത് നീ ഇവിടേക്ക് പണിക്കരെ കൊണ്ടുപോയത്, ആ വേലത്തരമൊക്കെ നിൻ്റെ കയ്യിൽ വെച്ചാൽ മതി. അതുകൊണ്ട് മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞത് അങ്ങ് കേട്ടോളണം. മുത്തശ്ശിക്ക് അങ്ങനെ വല്ലതും ചിന്തയുണ്ടെങ്കിൽ മുത്തശ്ശി തന്നെ നിന്നെക്കൊണ്ട് അത് ചെയ്യിപ്പിച്ചോളും, അല്ലാതെ ഞാൻ അമ്മയ്ക്ക് വാങ്ങിച്ചു കൊടുത്ത സ്വർണം വെച്ചൊന്നും നീ കളിക്കാൻ നിൽക്കണ്ട. നിന്നോട് ഞാൻ പറഞ്ഞതാണ്, പച്ച മലയാളത്തിൽ പറഞ്ഞതാണ്, നീ വെറുതെ എൻ്റെ നിത്യമോളുടെ ആത്മാവിനെ കൂടി ഒഴിപ്പിക്കാനൊന്നും നിൽക്കണ്ട എന്ന്. എന്നിട്ട് നീ അത് അനുസരിച്ചില്ല. നിൻ്റെ വേലത്തരം നിൻ്റെ കയ്യിൽ തന്നെ വെച്ചാൽ മതി. നീ സ്വർണവുമായിട്ട് തിരിച്ച് ഇവിടേക്ക് എത്തിയില്ല എന്നുണ്ടെങ്കിൽ രണ്ട് കാര്യം ഞാൻ ചെയ്യും. സ്വർണം നീ പറ്റിച്ചു കൊണ്ടുപോയി എന്ന് പറഞ്ഞ് പോലീസിലൊരു പരാതി കൊടുക്കും. അത് കഴിഞ്ഞ് നിന്നെയും അമ്മയെയും ഇവിടെ നിന്നും ഞാൻ ഇറക്കി വിടുകയും ചെയ്യും. അതുകൊണ്ട് മര്യാദക്ക് സ്വർണം ഇവിടെ തിരിച്ചു കൊണ്ടുവന്നിരിക്കണം എന്ന് പറഞ്ഞ ഉടനെ മുത്തശ്ശിയും ശരത്തും അങ്ങ് ഞെട്ടിപ്പോവുകയാണ്. ഫോൺ അങ്ങ് കട്ടാക്കണ്ട. അതോടുകൂടി ശരത്ത് എന്ത് ചെയ്യണം, ആ പണിക്കരുടെ കയ്യിൽ ഇനിയിപ്പോൾ എങ്ങനെ തിരിച്ചു വാങ്ങും എന്നുള്ള ടെൻഷനോട് കൂടിയാണ് കേട്ടോ നിൽക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള ബാക്കി റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.